ഒന്നിച്ചേരേണ്ടവർ പോലും ശത്രുതകളിൽ നിലകൊള്ളുന്ന കാലഘട്ടത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഥ. ഒരു പേനയുടെയും പെൻസിലിന്റെയും കഥ. കഥയുടെ പേര് പീറ്റും പോളയും. തിരക്കേറിയ ഒരു കലാകാരന്റെ ബോക്സിൽ പേപ്പർ ക്ലിപ്പുകൾക്കും ഇറേസറുകൾക്കും ഇടയിൽ പീറ്റ് എന്നു പേരുള്ള പേനയും പോള എന്നു പേരുള്ള പെൻസിലും ജീവിച്ചിരുന്നു. പീറ്റ് എപ്പോഴും കഥകൾ എഴുതുന്നതിൽ തിരക്കിലായിരുന്നു. അതേസമയം പോള സ്കെച്ചിങ്ങിലും ഷേഡിങ്ങിലും വ്യാപൃതനായിരുന്നു. എഴുത്തുകാരൻ തൻ്റെ ആവശ്യങ്ങൾക്കായി അവരെ പുറത്തെടുക്കുമ്പോൾ മാത്രമായിരുന്നു അവർ മുഖത്തോട് മുഖം നോക്കിയിരുന്നത്. തമ്മിൽ എപ്പോഴും വഴക്കടിക്കുന്നതിൽ രണ്ടുപേരും ആനന്ദം കണ്ടെത്തി. തങ്ങളുടെ കഴിവുകളെ ചൊല്ലി രണ്ടുപേരും വീമ്പു പറച്ചിലുകൾ നടത്തി. ഞാനാണ് കേമൻ, ഞാൻ അതിലും കേമനാണ്, അവർ തുടർന്നു കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഉടമസ്ഥന്റെ കൈ തട്ടി അറിയാതെ പെട്ടി താഴെ വീണു. പീറ്റും പോളയും തറയിൽ വീണു കിടന്നു. തുടക്കത്തിൽ അവർ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ ചൊല്ലി കലഹിച്ചു. എന്നാൽ പോകെ പോകെ ഒന്നിച്ചുള്ള നിമിഷങ്ങളിൽ അവരുടെ അതുല്യമായ കഴിവുകൾ പരസ്പരം തികച്ചും പൂരകമാണെന്ന് അവർ കണ്ടെത്തി. പീറ്റ് പോളയുടെ രേഖാചിത്രങ്ങളിൽ ചടുലത കൊണ്ടുവന്നപ്പോൾ പോളയുടെ ലഡ് പീറ്റിന്റെ കഥകൾക്ക് ആഴം കൂട്ടി. അവരുടെ സംയോജിത കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു ചിത്രപുസ്തകത്തിൽ അവർ ഒന്നിച്ച് സഹകരിച്ചു. ആ ചിത്രത്തിന്റെ ഭംഗി ഏറിയേറി വന്നു. ബോക്സിലേക്ക് മടങ്ങുമ്പോൾ തങ്ങളുടെ സൗഹൃദമാണ് ഏറ്റവും വലുത് എന്ന് അവർ മനസ്സിലാക്കി. അന്നു മുതൽ പീറ്റും പോളയും ഒരുമിച്ച് പ്രവർത്തിച്ചു. ഏറ്റവും വ്യത്യസ്തമായ ഉപകരണങ്ങൾക്ക് പോലും ശരിക്കും സവിശേഷമായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഒരുപാട് നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ വിധിക്കപ്പെട്ടവരാണെന്നറിയാതെ അവർ പരസ്പരം പുഞ്ചിരിച്ചു. അവരിലേക്ക് എത്തിച്ചേരുന്ന ഭാഗ്യങ്ങൾ എത്തൊക്കെയാണെന്ന് അറിയണ്ടേ നമുക്ക്? കഥ തുടരും. കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്